ADGP MR അജിത് കുമാർ മുതിർന്ന RSS നേതാവ് റാം മാധവിനെ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിൽ ആയിരുന്നു കൂടിക്കാഴ്ച. നേരത്തെ ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടു എന്ന് MR അജിത് കുമാർ സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു വിശദീകരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോഴിതാ കൂടുതൽ നേതാക്കളെ ADGP കണ്ടു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മേയിൽ RSS ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി തൃശൂർ പാറമേക്കാവിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം ആദ്യം പുറത്തുവരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന വിവരം. ഈ കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു RSS നേതാവായ റാം മാധവുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം. തിരുവനന്തപുരത്തായിരുന്നു 2 തവണ കൂടിക്കാഴ്ച നടത്തിയത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. എന്തിനായിരുന്നു കൂടിക്കാഴ്ചകളെന്ന ചോദ്യമാണ് ഉയരുന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ സമ്മതിക്കുമ്പോൾ വിവാദവും കനക്കുകയാണ്. ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ദുരൂഹത ആരോപിച്ചു. മാത്രവുമല്ല, തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഒരു ഭാഗത്തെ ആളിനെ വ്യക്തമായി ഇനി തൃശൂർ പൂരം കലക്കിയതിന്റെ മറുവശത്തെ ആൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ? ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോ കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. 2024 ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേയ ഹൊസബലയും ADGP തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത VD സതീശൻ പറഞ്ഞപ്പോൾ അത് ഉണ്ടയില്ലാവടിയാണ്. രണ്ടും ഉണ്ടയില്ലാവടിയാണ്. ഒരു കാര്യമില്ലാതാണ് VD സതീശൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? 23-ൽ കൂടിക്കാഴ്ച നടത്തിയ ആള് 24-ലെ പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, കണ്ടാൽ എന്താണെന്ന് ADGP ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി, എന്താ അതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നത്? കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് EP ജയരാജൻ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തി വെളിപ്പെടുത്തുകയും ചെയ്തു. PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിന്മേൽ ഇപ്പോൾ സർക്കാരിന്റെ അന്വേഷണം തുടരുകയാണ്. അൻവർ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിക്കുകയും ചെയ്യുന്നു. ADGP അജിത് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്, മാഫിയ സംഘങ്ങളുമായും ലഹരികടത്ത് സംഘങ്ങളുമായും ബന്ധമുണ്ട് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്റെ സത്യസന്ധത മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബോധ്യപ്പെടുത്താനാണ് അജിത് കുമാർ ശ്രമിക്കുന്നത്. ദത്താത്രേയയെ കണ്ടത് അത് സ്വകാര്യ കൂടിക്കാഴ്ച എന്ന വിവരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അജിത് കുമാർ അറിയിച്ചിട്ടുള്ളത്. VV വിനോദ്, News 18, തിരുവനന്തപുരം. അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് K മുരളീധരൻ. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അജിത് കുമാറിന്റെ RSS പശ്ചാത്തലം കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട്. പൂരം കലക്കിയതുമായി ഇതിന് ബന്ധമുണ്ട്. ഇതിനായി വളരെ മുമ്പ് തന്നെ ഗൂഢാലോചന നടന്നതായി വ്യക്തമായി കഴിഞ്ഞു. അജിത്തിനെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയെന്നും K മുരളീധരൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം ഉള്ളപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് CM RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെയെങ്കിൽ എന്തുകൊണ്ട് വിശദീകരണം ചോദിച്ചില്ല? BJPയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പൂരം കലക്കൽ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ
RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJP-യും CPM-ഉമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. ADGP RSS കൂടിക്കാഴ്ച ദുരൂഹമെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. RSSുമായി ചങ്ങാത്തമുണ്ടാക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടനിലക്കാരനായി എന്നും വേണുഗോപാൽ ആരോപിച്ചു. ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു, ഇന്ന കാര്യത്തിലാണ് കണ്ടത്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ, വ്യക്തമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അജിത് കുമാർ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണ് എന്ന് രമേശ് ചെന്നിത്തല. ADGP എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സുരേഷ് ഗോപിയെ സഹായിക്കാനാണ്. കൂടുതൽ വ്യക്തമാകുന്നത് BJP-CPIM ബാന്ധവമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് ധാർമ്മിക അവകാശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് MR അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി 1 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള ഒരു സന്ദർശനമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? ADGPയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJP-യുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യധാരണയാണ്. ഈ രഹസ്യധാരണയുള്ളതുകൊണ്ടാണ് BJP-യെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ, അതിന്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട്. അതിന് വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും. ADGP CPIM നേതാവല്ല. എത്രയോ ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് ആരെയൊക്കെ കാണാൻ പോകുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. എല്ലാം അന്വേഷണത്തിൽ വരുന്നുണ്ട്. വലിയ ഗൂഢാലോചനയിൽ നിന്നുള്ള ആസൂത്രിതമായ പ്രചാരമാണിത്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് RSS എന്നും രാജേഷ് പറഞ്ഞു. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥന്മാർ നോക്കൂ, അല്ല എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വളരെ വലിയ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രചരണമാണ്, സംഘടിതമായ. അത് നടക്കട്ടെ, ഞങ്ങളതിനെ നേരിട്ടുകൊണ്ട് പോകും. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ, അത് ഓർക്കണം. അത് അടുത്ത കാലത്താണല്ലോ.